18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തു. ശബ്ദ വോട്ടോടെയായിരുന്നു തിരഞ്ഞെടുപ്പ്. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടാതിരുന്നത് ശ്രദ്ധേയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് ബിർളയെ സ്പീക്കറുടെ ചെയറിലേക്ക് ആനയിച്ചു. തുടർച്ചയായി 2ാം തവണയാണ് ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സുമിത്ര മഹാജന് ശേഷം 2019 ബിർള ആദ്യമായി സ്പീക്കറായത്. 2ാം തവണ സ്പീക്കറാകുന്ന രണ്ടാമത്തെയാളാണ് ഓം ബിർള. നേരത്തെ ബൽറാം ചാക്കറാണ് 2 തവണ ലോക്സഭാ സ്പീക്കറായിരുന്നത്. മത്സരരംഗത്തുണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനും ഓം ബിർളക്കുമായി 16 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ബിർളക്കായി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ പ്രോം ടൈം സ്പീക്കർ അംഗീകരിക്കുകയായിരുന്നു. ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചു. ബിർള ചരിത്രം കുറിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നാണ് 61കാരനായ ബിർള ലോക്സഭയിലെത്തിയത്. തുടർച്ചയായി 3ാം തവണയാണ് അദ്ദേഹം MP ആകുന്നത്. 17ാം ലോക്സഭയിൽ 146 MPമാരെ സസ്പെൻഡ് ചെയ്ത ഓം ബിർളയുടെ നടപടി വൻ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷത്തെ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നുള്ള MP മഹുവ മൊയ്ത്രയെ സഭയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്ക് അനുമതി നൽകിയത് ഓം ബിർളയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.